എല്ലാവർക്കും സുനിതാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാഴയിലയിൽ എല്ലാ കറികളും വെച്ചു. അപ്പോൾ അതിൻ്റെ കാണിക്കുന്നുണ്ട്. കഴിക്കുന്ന വീഡിയോ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ നമ്മൾ തലേദിവസം ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം ലാഭിക്കാം. അതായത് തേങ്ങ ചിരണ്ടി വെക്കുക, ഉള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് വെക്കുക, അതൊക്കെ ചെയ്താൽ നമുക്ക് വളരെയധികം ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ തന്നെ ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എരിശ്ശേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് എരിശ്ശേരിക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പൊന്തൻകായ, നാട്ടിൽ പൊന്തൻകായ എന്ന് പറയും, ആ കായാണ് എനിക്കിവിടെ കിട്ടിയത്. അതും പയറും കൂടി ഇട്ടുള്ളൊരു എരിശ്ശേരി. അപ്പോൾ അതിനുവേണ്ടി പരിപ്പും കായയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ഒന്നോ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇപ്പം വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അല്പം മുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് കുക്കറിനകത്ത് 1-2 വിസിൽ, ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് അടച്ച് ഇടാം. അപ്പോൾ ആവശ്യത്തിന് വേകും. അപ്പോൾ ഞാൻ 2 ജോലിയാണ് ഒരുപോലെ ചെയ്തത്. ആദ്യം തന്നെ എരിക്കുള്ളത് വെച്ചു, ആ കൂട്ടത്തിൽ തന്നെ അവിയലിനുള്ള കാര്യങ്ങളും കൂടെ നോക്കി. അപ്പോൾ രണ്ടും ഗ്യാസിൽ ഒരുപോലെ റെഡിയായി കിട്ടി. അപ്പോൾ ഞാനത് അടച്ചു വെച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട്, അപ്പോൾ അതവിടെ കിടന്ന് 2 വിസിലടിക്കുന്ന വരെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് ഇനിയും അവിയലിൻ്റെ കാര്യങ്ങൾ നോക്കാം. അവിയലിന് വേണ്ടി ഞാനിവിടെ കഷ്ണങ്ങളെല്ലാം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയതൊക്കെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, ചേന, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതെല്ലാം ചേർത്തു. ഞാൻ എത്ര വലുപ്പത്തിൽ ആ കഷ്ണങ്ങൾ അരിഞ്ഞേക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില, ഉപ്പ്, അല്പം പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സിമ്മിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം കഷ്ണങ്ങളധികം വെന്ത് പോകത്തുമില്ല. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളം ആവശ്യത്തിന് ഇറങ്ങി അത് നല്ല റെഡിയായിട്ട് കിട്ടും. പിന്നെയാണ് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും ഞാൻ ഗ്യാസിലോട്ട് വെച്ചു. എന്നിട്ട് സിമ്മിലിട്ട് അപ്പോൾ അതും അവിടെ കിടന്ന് റെഡി ആയിക്കോളും. പിന്നെ നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കണം. എരിശ്ശേരിക്കുള്ള ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തു. ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവിയലിനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതായത് വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒത്തിരി കുറുകിയും പോകരുത്, ഒത്തിരി ലൂസായി പോകരുത്. അപ്പം എരിശ്ശേരി ഇവിടെ ആയി. അടുത്ത് നമുക്ക് അവിയലിനുള്ള അരപ്പൊന്ന് ചതച്ചെടുക്കണം. അതിലേക്ക് ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യം ഞാൻ വിട്ടുപോയി, പിന്നെ രണ്ടാമതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി,
അതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് ആ അരപ്പും കൂടെ അവിയലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിവിടെ ഇരുന്ന് അരപ്പ് നന്നായിട്ടൊന്ന് വേകണം. അത് കഴിഞ്ഞാണ് നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടി തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 ടേബിൾ സ്പൂൺ തൈരും പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അവിയലും ഓൾമോസ്റ്റ് റെഡിയായി കിട്ടും. അടച്ചു വെച്ചു. ഈ അരപ്പ് നല്ലതായിട്ടൊന്ന് വേകണം. പിന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കുക. അടച്ചു വെക്കുക. അത്രയേ ഉള്ളൂ. അപ്പം അവിയലും റെഡിയായി. നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പം തലേദിവസം തന്നെ നമ്മൾ ഫ്രീ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈം ലാഭിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അടുത്തത് നമുക്കിതിലേക്ക് കടുക് താളിക്കണം. എരിശ്ശേരിക്ക് കടുക് താളിക്കണം. അതിലേക്ക് പാൻ വെച്ച് കൊടുത്തു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂണ് തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പം എരിശ്ശേരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ്. അപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡിയായി. അവിയലും റെഡിയായി. ഇനി നമുക്കടുത്തത് സാമ്പാറിൻ്റെ പരിപാടി നോക്കണം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, സവാള ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കായം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പം കഷ്ണത്തിലൊക്കെ കായത്തിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് പിടിക്കും. ഉപ്പും കൂടെ ചേർത്ത് ഇത് ഒരു വിസിൽ പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിലാവുന്നിടം വരെ അത് ഇട്ടിട്ട് പിന്നെ നിർത്തി വെക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് മസാലകൾ ചേർക്കണം. പുളിയും ഉപ്പും ചേർത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം. സാമ്പാർ ഞാനിവിടെ കുക്കർ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനധികം സമയമൊന്നും എടുക്കത്തില്ല. ജസ്റ്റ് ഒരു വിസിൽ വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു. ഞാനതിലേക്ക് വാളൻപുളി പിഴിഞ്ഞ് ചേർത്തു. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ മസാല, അല്പം ഉലുവാപ്പൊടി, കായപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഓണമായതുകൊണ്ട് നമുക്കിതൊക്കെ കടുക് താളിക്കുന്നത് പച്ച വെളിച്ചെണ്ണയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. നല്ല നാടൻ ടേസ്റ്റിൽ നമുക്ക് കിട്ടും.
കളറിലിട്ട് കഴിഞ്ഞ് പിന്നെ അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ആ പച്ചമണം ഒന്ന് മാറിയിട്ട് ഉടനെ തന്നെ നമുക്കതിൽ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ അവിയൽ, സാമ്പാർ, എരിശ്ശേരി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയുടെ റെസിപ്പിയാണ്. പച്ചടിയുടെ ഞാനിവിടെ തൈര് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പലതരത്തിലുള്ള പച്ചടി ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇവിടെ തൈരിൻ്റെ പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു. അതൊന്ന് വാടിക്കഴിഞ്ഞ് അതിലേക്ക് കടുക് ചതച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ ഒരല്പം ഞാൻ ഉലുവാപ്പൊടി ഇവിടെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചേർക്കാത്തവരും കാണും. അപ്പോൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കും. തൈര് നമ്മൾ ഗ്യാസിൽ വെക്കത്തില്ല, ചൂടാക്കത്തില്ല, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈരിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് അനുസരിച്ച് ഒത്തിരി ലെങ്തി ആവും വിചാരിച്ച് വളരെ കുറച്ച് കറികളുടെ വീഡിയോയെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് പപ്പടത്തിൻ്റെ, അതായത് പപ്പടം പൊള്ളിച്ചെടുക്കുന്ന വീഡിയോ. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് പപ്പടം വറുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ എരിശ്ശേരി, അവിയൽ, സാമ്പാർ, പച്ചടി, തോരൻ, ഇഞ്ചിക്കറി, അച്ചാർ, അതൊക്കെ ഞാൻ തലേദിവസമേ ഉണ്ടാക്കി വെച്ചു. അപ്പം അത്രയും പണി കുറവുണ്ട്. പിന്നെ ചേർത്തത് രസം ഉണ്ടാക്കി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ബൈ.